ചെമ്മീൻ വെച്ചിട്ട് അധികം പണിയൊന്നുമില്ലാതെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ഇങ്ങനെ ട്രൈ ചെയ്തപ്പോൾ കേട്ടോ ഇത് കണ്ടുപെട്ടത്. പക്ഷേ അങ്ങനെ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവുമെന്ന് തോന്നിയതേ ഇല്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു, ഒരു വെറൈറ്റി അല്ലേന്ന് വെച്ചാൽ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ സംഭവം ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇവിടെ ഹസ്ബൻഡിനും മക്കൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു. കാരണം ഒരു പ്രത്യേക റെസിപ്പിയാണ്, ഉണ്ടാക്കാനാണെങ്കിലും ഭയങ്കര ഈസിയാണ്. നമ്മൾ ഒരുപാട് സവാളയും ഒക്കെ വഴറ്റി നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഒരു രീതിയേ അല്ല കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിനായിട്ട് മെയിനായിട്ട് നമ്മളിതാ ചെറിയ ഉള്ളിയാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ചെറിയ ഉള്ളി ഏകദേശം ഒരു അര കപ്പോളം നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയും നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയ ഉള്ളിയാണ് ഇതിൻ്റെ ഭയങ്കര ഹൈലൈറ്റ്. പിന്നെ ഇതിലേക്ക് നമ്മളിതാ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഒന്നിങ്ങനെ ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇഞ്ചി വേണ്ട, വെളുത്തുള്ളിയും അതുപോലെ ചെറിയ ഉള്ളി കൂടെ നമ്മൾ ചതച്ച് മാറ്റി വെക്കുക. നമ്മൾ റെസിപ്പിയുടെ മെയിൻ സ്റ്റാർ ആയിട്ടുള്ള ചെമ്മീൻ ഇതാ ക്ലീൻ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ചട്ടിയിലാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ചട്ടി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക. അപ്പോൾ അതിലേക്ക് നമ്മൾ ആ ചെമ്മീൻ കംപ്ലീറ്റ് ആയിട്ട് ഇട്ടു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഏകദേശം ഒരു 1.5 കപ്പോളം നമ്മൾ തേങ്ങാക്കൊത്താണ് ഇട്ടത്. പിന്നെ അതിലേക്ക് ഒരു 2-3 പച്ചമുളക്, കുറച്ച് ചെറിയൊരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തത്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ പുളി. അപ്പോൾ ഞാനിവിടെ കുടംപുളിയാണ് എടുത്തത്. അതിന് പകരമായിട്ട് നിങ്ങൾ സാധാ പിഴിയുന്ന പുളിയാണെങ്കിലും അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഞാൻ കല്ലുപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടുപ്പത്ത് വെക്കുകയാണ്. എന്നിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ചെമ്മീൻ അല്ലെങ്കിൽ കൊഞ്ച് ഇത് നന്നായിട്ടൊന്നിങ്ങനെ വേവിച്ച് അതിലൊരു വെള്ളം വറ്റുന്നവരെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ടൊന്നിങ്ങനെ മൂടി വെച്ചൊന്നിങ്ങനെ വേവിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ചെമ്മീനും കൊഞ്ചെന്ന് പറയുന്നത് രണ്ടും ഒന്നാണോ അല്ലെങ്കിൽ വേറെ വേറെ ആണോ എന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ കോഴിക്കോടൊക്കെ എല്ലാവരും വലുതിനും ചെറുതിനും ഒക്കെ ചെമ്മീൻ തന്നെയാണ് പറയുന്നത്. ഇവിടെ തിരുവനന്തപുരത്ത് വന്നപ്പോഴാണ് ഇങ്ങനെ കാണുന്നത് കൊഞ്ച് എന്നൊക്കെ കേൾക്കുന്നത്. കൂടുതൽ ചെറുതിന് ചെമ്മീൻ എന്നാണ് തോന്നുന്നുണ്ടല്ലേ. അപ്പോൾ അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ചീനച്ചട്ടിയിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പിന്നെ അതുപോലെ തന്നെ കുറച്ച് ക്രഷ്ഡ് ആയിട്ടുള്ള ചില്ലിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഒരുപാടങ്ങ് ആവേണ്ട ആവശ്യമില്ല. ഒന്ന് ട്രാൻസ്പാരൻ്റ് ആയിട്ട് ഒരു മുളകൊക്കെ നന്നായിട്ടൊന്ന് എണ്ണയിലൊന്നാവുന്ന സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒരു പൊടിയുടെ പച്ചമണം മാറുന്നവരൊന്ന് വഴറ്റിയെടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചട്ടിയിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചെമ്മീനും തേങ്ങാക്കൊത്തുമില്ല അത് കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം കുറച്ചൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമ്മളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതാ ഒരു മസാലയും തേങ്ങാക്കൊത്തൊക്കെ ചെമ്മീനിൽ നന്നായിട്ട് ഇങ്ങനെ പെരണ്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ചൂടോടുകൂടി തന്നെ നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളുടെ തേങ്ങാക്കൊത്ത് ചെമ്മീൻ പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു നാടൻ ഒരു ടേസ്റ്റാണ് കേട്ടോ. നമ്മളൊരു പുറത്തുള്ള ഒരു ടേസ്റ്റ് അല്ല, ഒരു നാടൻ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. ഉണ്ടാക്കാനാണെങ്കിലും ഭയങ്കര ഈസി അല്ലേ. നമ്മൾ സാധാരണ ഇങ്ങനെ റോസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് ഇങ്ങനെ സവാളയൊക്കെ വഴറ്റി പിന്നെ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും മസാലയൊക്കെ ഇട്ട് അങ്ങനെ നമ്മൾ വഴറ്റിയല്ലേ എടുക്കുന്നത്. ഇത് അങ്ങനത്തെ അത്ര പണിയൊന്നുമില്ല. പെട്ടെന്ന് നമ്മളെല്ലാം കൂടെ ചട്ടിയിലിട്ടിട്ട് ഒരു പാത്രത്തിലിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് ജസ്റ്റ് നമ്മളൊന്ന് റോസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. എന്നാൽ ടേസ്റ്റ് അതിനേക്കാളും ടേസ്റ്റുമാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റ് തന്നെയാണ്. ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുകയും ചെയ്യുക ട്രൈ ചെയ്യുന്ന സമയത്ത്. അതുപോലെ തന്നെ നമ്മൾ ചാനലൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.